ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ പ്രമാണിച്ച് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങിയതല്ലായിരുന്നു, വെറുതെ ഒന്ന് പോകാം. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഇവിടെ അടുത്ത് തന്നെ ചെന്നൈയിലെ തന്നെ ലാർജസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് മോളുണ്ട് ഇവിടെ അണ്ണാനഗറിൽ. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്തു. പോകുന്ന വഴിക്കാണ് ഞങ്ങൾക്കൊരു പണി കിട്ടിയത്. ഇതാ കണ്ടില്ലേ, വണ്ടി ചെറുതായിട്ടൊന്ന് പഞ്ചറായി. പിന്നെ പഞ്ചറൊക്കെ ഒട്ടിച്ചതിന് ശേഷം പിന്നെയും ഞങ്ങൾ മോളിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ഇതാണ് അണ്ണാനഗറിലുള്ള VR മാള്. ഞങ്ങളങ്ങനെ പാർക്കിംഗ് സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് മേപ്പോട്ട് പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇത് 4 ഫ്ലോറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഫസ്റ്റ് ടൈം ആയിരുന്നു വരുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ വന്നതേ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു, ഒരു 9:30 ഒക്കെ ആയി. വീട്ടിൽ നിന്ന് ഒരു 7:30 ഒക്കെ ആയപ്പോൾ ഇറങ്ങിയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് വണ്ടിയൊക്കെ പഞ്ചറായി, പിന്നെയും ഡിലേ ആയി. പക്ഷേ ഞങ്ങളോർത്തു കുറേ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ടൈം ആകുമ്പോഴേക്കും, പക്ഷേ ക്ലോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മദേഴ്സ് ഡേ പ്രമാണിച്ച് കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കുറേ കടകളിൽ. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരത്തൊക്കെ ഇങ്ങനെ കയറി നോക്കുന്നുണ്ടായിരുന്നു, നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതൊക്കെ ഉണ്ടോ, അങ്ങനെ കുറേ ഓഫറിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ കുറേ നോക്കി. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോറിലും ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഫീലായത് അവർ കുറച്ച് ഓവർ പ്രൈസ് ചാർജ് ചെയ്തിട്ട് അതിൽ നിന്ന് 50% കുറയ്ക്കുന്ന പോലെയാണ് ഫീലായിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ ഗെയിം സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളൊരു 2-3 ഗെയിംസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ വീഡിയോസൊന്നും എടുത്തു തരാൻ ആളില്ലാഞ്ഞുകൊണ്ട് ആ ക്ലിപ്പൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ജസ്റ്റ് അവിടെ ഇങ്ങനെ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഏതൊക്കെ ടൈപ്പ് ഗെയിംസൊക്കെയാണ് ഉള്ളതെന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. എന്താ പറയുന്നത്, ഒരു വീക്കെൻഡൊക്കെ നമുക്കൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു. ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു റിലീഫ് തോന്നുന്നു നമുക്ക്. ഞാൻ ആക്ച്വലി വന്നപ്പോൾ തൊട്ടേ സ്റ്റുഡിയോൻ്റെ സ്റ്റോറാണ് നോക്കി നടന്നത്. അവിടെ എങ്ങും നോക്കിയിട്ട് കാണഞ്ഞപ്പം അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് സ്റ്റുഡിയോൻ്റെ സ്റ്റോർ അവിടെ ഇല്ലെന്ന്. പക്ഷേ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എനിക്ക് തോന്നി. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോറും അവിടെ ഉണ്ടായിരുന്നു. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഷോപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു എന്താ പറയുന്നത്, പുറത്തൊന്നും പോവാണ്ട് അവിടെ തന്നെ ഷോപ്പ് ചെയ്തിട്ടൊക്കെ നമുക്ക് പോകാമായിരുന്നു. പലയിടത്ത് പോകണ്ടല്ലോ, ഈ മോളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് ഇപ്പം വെസ്റ്റ് സൈഡിൽ കയറണമെങ്കിൽ വെസ്റ്റ് സൈഡിൽ കയറാം, സ്റ്റുഡിയോയിൽ കയറണമെങ്കിൽ സ്റ്റുഡിയോയിൽ കയറാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ അത് മാത്രം എനിക്ക് ചെറുതായിട്ടൊരു ഡ്രോബാക്ക് പോലെ തോന്നി. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോഴ്സും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഏതോ ഒരു സ്റ്റോറിൽ കയറിയിട്ട് 2-3 എന്താ പറയുക ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരു 9:30-10 ആയിട്ട് പോലും കടകളിലൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നത് ഈ ലൈറ്റിങ്ങും. അടിപൊളിയായിരുന്നു നേരിട്ട് കാണാൻ. വീഡിയോയിൽ കാണുമ്പോൾ അത് അത്രയും അറിയില്ല. പിന്നെ ഇവിടെ ഒരു സെൽഫി സ്പോട്ട് പോലെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ വന്ന് ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കാണുമ്പോഴായിരുന്നു കുറച്ചും കൂടെ ഭംഗി. ഇപ്പോൾ അവർ ആ സെൽഫി സ്പോട്ട് വെച്ചിരിക്കുന്നത് 2nd or 3rd ഫ്ലോറിലാണ് ഉണ്ടായിരുന്നു.
ഈ ഒരു സ്റ്റോറിൽ നിന്നായിരുന്നു ഞാൻ 2-3 ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ടോയ്സൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ നോക്കി. പിന്നെ ടോയ്സ് മാത്രമല്ല, കുറേ ബാഗ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ബുക്സ്, ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുറേ ബുക്സൊക്കെ ഉണ്ടായിരുന്നു. കുട്ടി ടോയ്സുകളൊക്കെ ഉണ്ടായിരുന്നു, ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നതും ബർത്ത്ഡേയ്സിനൊക്കെ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന പോലത്തെ കുറേ ടോയ്സ്, ബുക്സ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു. എല്ലായിടത്തും 50% ഓഫ് കൊടുത്തിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും നല്ല പ്രൈസായിരുന്നു. എനിക്ക് ഫീൽ ആയത് ഈ ഒരു സ്റ്റോറിൽ ഡ്രസ്സ് മാത്രം കുറച്ച് അഫോർഡബിളും, ബാക്കി ഇതുപോലൊക്കെയുള്ള ബുക്സിനൊക്കെ ഭയങ്കരമായിട്ട് പ്രൈസ് അവർ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ബില്ലൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ എന്നാൽ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും തന്നെ 10:30-11 ആയി. നല്ല വിശപ്പൊക്കെ ആയി. പിന്നെ ഞങ്ങൾ പാർക്കിങ്ങിൽ വന്നിട്ട് വണ്ടിയൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്തൊരു ആന്ധ്ര ഹോട്ടൽ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടോട്ട് പോകാമെന്ന് വിചാരിച്ചു. 10-11 ആയപ്പോഴേക്കും നല്ല വിശപ്പായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആന്ധ്ര ഫുഡൊക്കെ കിട്ടുന്ന അമരാവതി എന്ന് പറഞ്ഞിട്ടുള്ള അത്യാവശ്യം കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള, അതിപ്പം മീൽസ് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും സ്പൈസി ആയിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒരിക്കലെങ്കിലും ആന്ധ്ര ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണം. ഈ ബിരിയാണീൻ്റെ പേര് പൊള്ളം ബിരിയാണി എന്നാണ്. അതിന് വാഴയിലെ പൊതിഞ്ഞിരുന്നുകൊണ്ടാണോ പറയുന്നതെന്നറിയില്ല, തെലുങ്ക് വേർഡാണോ എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ആക്ച്വലി ഇതൊരു മട്ടൺ ബിരിയാണി ആയിരുന്നു. പിന്നെ ഇവിടെ പൊതുവേ ബിരിയാണീൻ്റെ കൂടെ കൊടുക്കുന്നതാണ് ഈ ഒരു ടൈപ്പ് ബ്രിഞ്ചാൾ ഗ്രേവിയും പിന്നെ സാലഡും. നാട്ടിലെ പോലെ പിക്കിള്, പപ്പടം അതൊന്നും നമുക്കിവിടെ കിട്ടാറില്ല. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ പിന്നെ പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ആയത്, നോർമലി നമ്മുടെ ഇവിടെയൊക്കെ പുഴുങ്ങിയ മുട്ടയിലൊക്കെ ആയിരുന്നു. ഇവിടെ ഒരു ബുൾസ ആയിരുന്നു ഇതിന് മേലെ വെച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു ഈ ബിരിയാണിക്ക്. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ പറഞ്ഞത് എന്തോ ഒരു ചിക്കൻ റോസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ഫില്ലിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനൊക്കെ ആയി. അപ്പോൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ബസന്ത് നഗർ ബീച്ചിൽ പോയിട്ട് 2 ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. 11:30 ആയിട്ടുകൂടെ ബീച്ചിൽ അത്രയും തിരക്കുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ.